ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലും പല ദേശങ്ങളിലും ക്രിസ്തുമതം കടുത്ത പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തിരുന്ന റോമൻ സാമ്രാജ്യം മുതൽ മതപരമായ കർശന നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച മധ്യ കാലഘട്ടം വരെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് പുതിയ രീതിയിലും രൂപത്തിലുള്ള പീഡനങ്ങളാണ് ഉണ്ടാകുന്നത്. ചിലതൊക്കെ രഹസ്യമായിട്ടാണ് സംഭവിക്കുന്നത്, എന്നാൽ മറ്റു ചിലത് ക്രൂരമായിട്ടും പരസ്യമായിട്ടും സംഭവിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പലർക്കും വിശ്വാസവും പ്രത്യാശയും തരുന്ന ബൈബിളിനെ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു അടിസ്ഥാന അവകാശമാണ്. എന്നാൽ പോലും ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഈ വീഡിയോയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ബൈബിൾ നിരോധിച്ചിരിക്കുന്നത് എന്നും അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് എന്തൊക്കെ പീഡനങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് നോർത്ത് കൊറിയ. 1948 മുതൽ കിം വംശത്തിന്റെ കീഴിലുള്ള ഒരു ഏകാധിപത്യ ഭരണമാണ് ഉത്തര കൊറിയയിലുള്ളത്. അവിടെ ക്രിസ്തുമതത്തെ പരമോന്നത നേതാവിന്റെ അധികാരത്തിന് നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത്. നേതാവിനെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ജൂച്ചെ ചിന്താരീതിയാണ് അവിടെയുള്ളത്. സർക്കാരിനെയും മഹാനായ നേതാവിനെയും ചോദ്യം ചെയ്യപ്പെടാത്ത വിധേയത്വമാണ് ഇത് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നേതാവിന് മുകളിൽ മറ്റൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏത് മതവും അവിടെ ഭരണകൂടത്തിനെതിരായ ഒരു ശക്തിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിൽ ബൈബിൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അവിടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ഒരു പൗരന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണത്. ആരെങ്കിലും ബൈബിളുമായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ വളരെ ക്രൂരമാണ്. ഇത് കണ്ട് മറ്റുള്ളവരും പേടിക്കാൻ വേണ്ടി അവരെ പരസ്യമായി വിധിക്കുകയോ അല്ലെങ്കിൽ ക്വാൻസിലോ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ നിർബന്ധിത തൊഴിൽ ക്യാമ്പുകളിലേക്ക് അയക്കുകയോ ചെയ്യും. ഈ ക്യാമ്പുകളിൽ അതികഠിനമായ ജോലിയും പട്ടിണിയും ശാരീരിക മാനസിക പീഡനങ്ങളുമാണ് തടവുകാർക്കുള്ള ശിക്ഷ. ചുരുക്കം ചിലർ മാത്രമേ ജീവനോടെ തിരിച്ചു വന്നിട്ടുള്ളൂ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ അതൊരു മരണ ക്യാമ്പുകളാണ്. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പലരും അവിടെ ക്രിസ്ത്യാനികൾ നേരിടുന്ന വിവരിക്കാൻ പറ്റാത്ത ക്രൂരതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈബിൾ കൈവശം വെച്ചതിന്റെ പേരിൽ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബത്തെയും ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് അയച്ച ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാമത്തത് സൗദി അറേബ്യ. ഇസ്ലാമിന്റെ ഹൃദയഭൂമി എന്ന് വിശേഷിക്കപ്പെടുന്ന സൗദി അറേബ്യയിലാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലങ്ങളായ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യസ്ഥലങ്ങളുടെ കാവൽക്കാർ എന്ന നിലയിൽ വഹാബിസം എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ വളരെ കർശനമായ ഒരു വ്യാഖ്യാനമാണ് രാജ്യം പിന്തുടർന്നത്. ഇത് അവിടുത്തെ ജനങ്ങളുടെ പൊതുജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ഒരേപോലെ നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടെ വഹാബി ഇസ്ലാം എന്ന് പറയുന്നത് ഔദ്യോഗിക മതം മാത്രമല്ല, അനുവദനീയമായ ഒരേ ഒരു മതം കൂടിയാണത്. ക്രിസ്തുമതം ഉൾപ്പെടെ മറ്റേതൊരു മതവിശ്വാസവും ആചരിക്കുന്നത് അവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. മാത്രമല്ല അത് രാജ്യത്തിനും സമൂഹത്തിനുമെതിരായ ഒരു വലിയ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ഇസ്ലാമികമല്ലാത്ത മതഗ്രന്ഥങ്ങൾ കൈവശം വയ്ക്കുന്നത് കർശനമായി ശിക്ഷിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് സൗദി ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ളത്. മതനിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തെരുവുകളിലും പൊതുയിടങ്ങളിലും റോന്തു ചുറ്റുന്ന മുത്താവ എന്നറിയപ്പെടുന്ന മത പോലീസിലൂടെയാണ് ഈ നിയന്ത്രണം പ്രധാനമായി നടപ്പിലാക്കുന്നത്. അവിടെ ബൈബിളുമായി പിടിക്കപ്പെട്ടു കഴിഞ്ഞ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. വിദേശികളാണെങ്കിൽ അറസ്റ്റ് ചെയ്യും, ചോദ്യം ചെയ്യും, ഉടൻ തന്നെ നാട് കടത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ശാരീരിക ശിക്ഷകൾ കൊടുക്കും. സൗദി പൗരന്മാരാണെങ്കിൽ ഇതിലും കടുത്ത ശിക്ഷകളായിരിക്കും കിട്ടുന്നത്. കഠിനമായ ജയിൽവാസം ഉൾപ്പെടെ അതിലുണ്ട്. ഫിലിപ്പീൻസ്, ഇന്ത്യ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി തൊഴിലാളികളാണ് സൗദിയിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും. എപ്പോഴും നിരീക്ഷണത്തിലാണെന്ന ബോധ്യത്തിലൂടെയാണ് അവർ അവിടെ ജീവിക്കുന്നത്. തങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്നും സ്വന്തം വീടിന്റെ 4 ചുവറുകൾക്കുള്ളിൽ പോലും തങ്ങളുടെ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ മറച്ചുവെക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്നും അവർക്ക് നന്നായി അറിയാം. മൂന്നാമത്തത് മാലിദ്വീപ്. വെള്ള മണൽ തീരങ്ങളും സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവുമുള്ള ഒരു വിനോദസഞ്ചാര പർദീസയായാണ് മാലദ്വീപ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. എന്നാൽ അവിടുത്തെ നിവാസികൾക്ക് ഇത് വളരെ ഇരുണ്ടതും നിയന്ത്രണങ്ങൾ നിറഞ്ഞതുമായ മറ്റൊരു യാഥാർത്ഥ്യമാണ് സമ്മാനിക്കുന്നത്. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ മനോഹരമായ ചരിത്രത്തിന് പിന്നിൽ മതപരമായ നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും കർശനമായ രാജ്യങ്ങളിലൊന്ന് ഒളിച്ചിരിപ്പുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ദ്വീപ് രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് ഇസ്ലാം മതം മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. ഈ വിശ്വാസത്തിൽ നിന്നുള്ള ഏതൊരു വ്യതിചലനവും ഒരു വലിയ കുറ്റകൃത്യമായി മാത്രമല്ല, രാജ്യത്തോടും സമൂഹത്തോടുമുള്ള രാജ്യദ്രോഹമായി വരെയാണ് കണക്കാക്കുന്നത്. മാലിദ്വീപിലെ എല്ലാ പൗരന്മാരും മുസ്ലിങ്ങളായിരിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. സർക്കാർ ഈ മതപരമായ ഐക്യരൂപം കർശനമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് മതങ്ങൾ ആചരിക്കുന്നത് നിരോധിക്കുക മാത്രമല്ല,
ഇസ്ലാമികമല്ലാത്ത മതഗ്രന്ഥങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും വിതരണം ചെയ്യുന്നതിനും കൈവശം വയ്ക്കുന്നതിനും അധികാരികൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്ലാമികമല്ലാത്ത മറ്റൊരു വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ അവിടെ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അവ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അനുവാദമില്ല എന്ന് മാത്രമല്ല, ആരുടെയെങ്കിലും കൈവശം ഒരു ബൈബിൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് മുതൽ ജയിൽവാസം വരെയുള്ള കടുത്ത ശിക്ഷകൾ ഉണ്ടാകും. മതം ദേശീയ സത്വവുമായി അത്രമേൽ ഇഴചേർന്ന് കിടക്കുന്ന ആ രാജ്യത്ത് ക്രിസ്തുമതം ആചരിച്ച് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലിനും ജോലി നഷ്ടപ്പെടുന്നതിനും നാടുകടത്തപ്പെടുന്നതിനും വരെ അത് കാരണമായേക്കും. അവിടുത്തെ സാമൂഹിക സമ്മർദ്ദം വളരെ വലുതാണ്. സ്വന്തം അയൽക്കാർ തന്നെ ഒറ്റിക്കൊടുക്കുമോ എന്ന് നിരന്തരമായ ഭയത്തിലാണ് മാലിദ്വീപിലെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി മാത്രമേ അവർക്ക് അവരുടെ വിശ്വാസം ആചരിക്കാൻ പറ്റുന്നുള്ളൂ. നാലാമത്തത് സൊമാലിയ. പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തര യുദ്ധത്താലും വർഗീയ കലാപത്താലും തകർന്നടിഞ്ഞ സൊമാലിയ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. 1991 കേന്ദ്ര സർക്കാർ തകർന്നതിനു ശേഷം അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള അൽ ഷബാബ് എന്ന തീവ്രവാദ സംഘടനയുൾപ്പെടെയുള്ള ഇസ്ലാമിക സായുധ ഗ്രൂപ്പുകളുടെ വിളനിലമായി സൊമാലിയ മാറി. രാജ്യത്തിന്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്ന ഈ ഗ്രൂപ്പ് സൊമാലിയയിൽ നിന്ന് ക്രിസ്തുമതത്തെ വേരോടെ പിഴുതെറിയുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. സൊമാലിയയിലെ ഭയാനകമായ അന്തരീക്ഷം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൈബിൾ കൈവശമുണ്ടെങ്കിൽ അത് മരണത്തിന് പോലും കാരണമായേക്കും. അവിടെ അവശേഷിക്കുന്ന ചുരുക്കം ചില ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ വിശ്വാസം തികഞ്ഞ രഹസ്യമായി വേണം ആചരിക്കാൻ. ക്രിസ്തുമതത്തിന്റെ ചെറിയൊരു സൂചന അവർക്ക് കിട്ടിയാൽ മതി. അതിപ്പോ ഒളിപ്പിച്ചു വെച്ച ബൈബിളോ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് പലരോടും സംസാരിക്കുന്ന ചെറിയ സംഭാഷണമോ ആയിക്കോട്ടെ, അത് സർക്കാരിന് സംശയം ഇടയാക്കി കഴിഞ്ഞാൽ തൽക്ഷണം തന്നെ അവരെ വധശിക്ഷയ്ക്ക് വിധിക്കും. അൽ-ഷബാബ് തീവ്രവാദികൾ അവിടെ ഭയത്തിന്റെ ഒരു ഭരണമാണ് നടപ്പിലാക്കുന്നത്. അവർ അടിച്ചേൽപ്പിക്കുന്ന കർശനമായ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്നുള്ള ചെറിയൊരു വ്യതിചലനം പോലും അതിക്രൂരമായാണ് ശിക്ഷിക്കപ്പെടുന്നത്. ജനങ്ങളിൽ ഭയം ജനിപ്പിക്കാൻ വേണ്ടി തലയറുത്ത് കൊല്ലുക എന്നത് അവർ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അഞ്ചാമത്തത് അഫ്ഗാനിസ്ഥാൻ. സംഘർഷങ്ങളുടെയും ഭരണമാറ്റങ്ങളുടെയും നീണ്ട ചരിത്രമുള്ള അഫ്ഗാനിസ്ഥാൻ താലിബാൻ 2021 അധികാരം വീണ്ടും പിടിച്ചെടുത്തതോടെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായി അത് മാറിയിരിക്കുന്നു. ഇസ്ലാമിന്റെ അങ്ങേയറ്റം കർശനമായ വ്യാഖ്യാനത്തിന് പേരുകേട്ട താലിബാൻ ഇസ്ലാമിക നിയമമായ ശരീഅത്ത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയായി വീണ്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നിയമപ്രകാരം ഇസ്ലാമിൽ നിന്ന് മറ്റേതെങ്കിലും മതത്തിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്തുമതത്തിലേക്ക് മാറുന്നത് മതനിന്ദയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. താലിബാൻ ഭരണത്തിന് കീഴിൽ ക്രിസ്തീയ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഭൂരിപക്ഷ മതത്തോടുള്ള വഞ്ചനയായി മാത്രമല്ല, അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിക്കുള്ള ഭീഷണിയായി കൂടിയാണ് കാണുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ബൈബിൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് പുസ്തക രൂപത്തിലായാലും ശരി, ഡിജിറ്റൽ രൂപത്തിലായാലും ശരി, തികച്ചും അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. വിവരങ്ങൾ ചോർത്തി നൽകുന്നവരുടെയും ആധുനിക നിരീക്ഷണ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇസ്ലാമികമല്ലാത്ത ഏതൊരു മതപരമായ പ്രവർത്തനത്തെയും താലിബാൻ ഭരണകൂടം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഡിജിറ്റൽ ബൈബിൾ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് വധശിക്ഷ കിട്ടാൻ അത് മതിയാകും. ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാൻ ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം ജാഗ്രതയോടെയാണ് തങ്ങളുടെ വിശ്വാസം ആചരിക്കുന്നത്. എത്ര ചെറിയ തെറ്റാണെങ്കിലും അത് തങ്ങളുടെ ജീവനെടുക്കാൻ കാരണമാകുമെന്നവർക്ക് നന്നായി അറിയാം. ആറാമത്തത് പാകിസ്ഥാൻ. സമ്പന്നമായ സാംസ്കാരിക മതചരിത്രമുള്ള പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമെന്ന അതിന്റെ സ്വത്വവും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യവും തമ്മിലുള്ള കടുത്ത സംഘർഷങ്ങളുടെ ഒരു വേദിയാണ്. പാകിസ്ഥാന്റെ ഭരണഘടന ബൈബിളോ ക്രിസ്തുമത വിശ്വാസമോ വ്യക്തമായി നിരോധിച്ചിട്ടില്ല എങ്കിലും ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന അങ്ങേയറ്റം കർശനമായ മതനിന്ദാ നിയമങ്ങൾ ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 1980കളിൽ കൊണ്ടുവന്ന് ഈ നിയമങ്ങൾ പ്രകാരം ഇസ്ലാമിനെയോ ഖുറാനെയോ പ്രവാചകൻ മുഹമ്മദ് നബിയെയോ വിമർശിക്കുന്നത് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെതിരെ വിമർശനം ഉയർത്താൻ കാരണമായേക്കാവുന്ന ഒരു ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് ബൈബിൾ കൈവശം വയ്ക്കുന്നത് തന്നെ വലിയൊരു അപകടമായി മാറുന്നു. പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബിൾ സ്വന്തമായി ഉണ്ടായിരിക്കുക എന്നത് വെറുമൊരു വിശ്വാസത്തിന്റെ കാര്യം മാത്രമല്ല, അതൊരു നിരന്തരമായ ഭീഷണി കൂടെയാണ്. ക്രിസ്ത്യൻ സമൂഹങ്ങൾ പലപ്പോഴും നിരീക്ഷണത്തിലാണ്. മതപരമായ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് മതനിന്ദയായി കണക്കാക്കി കുറ്റാരോപിക്കപ്പെടും. ചില വലിയ സംഭവങ്ങളിൽ അക്രമാസക്തമായ ആൾക്കൂട്ടം ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും അവരുടെ വീടുകൾക്ക് തീവയ്ക്കുകയും ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹികവും മതപരവുമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന പാകിസ്ഥാന്റെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും ഈ മതനിന്ദ ആരോപിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. ഒരു വിചാരണ പോലും ഇല്ലാതെ ദീർഘകാലം തടവിൽ കിടക്കുക, പീഡനങ്ങൾ അനുഭവിക്കുക, പലപ്പോഴും മരണം വരെ നേരിടേണ്ടി വരിക എന്നതാണ് അവരുടെ അവസ്ഥ. ഏഴാമത്തത് ഇറാൻ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ സമ്പന്നമായ ചരിത്രമുള്ള ഇറാൻ ഇന്ന് കർശനമായ ഷിയ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു രാജ്യമാണ്.
1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ ആയ മുഹമ്മദ് റസ പൗലവിയെ പുറത്താക്കി ആയത്തുള്ള റുഹോള്ള ഖമേനി അധികാരം പിടിച്ചെടുത്തതു മുതൽ മതപരവും രാഷ്ട്രീയപരമായ അധികാരങ്ങൾ സംയോജിപ്പിച്ച് ഒരു മതാനുഷ്ഠിത ഭരണ സംവിധാനമാണ് ഇറാനിലുള്ളത്. ഈ ഭരണകൂടം രാജ്യത്തിന്റെ സാമൂഹിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനമായി ഇസ്ലാമിക നിയമമായ ശരിയത്ത് അടിച്ചേൽപ്പിക്കുകയും എല്ലാ മതപരമായ പ്രവർത്തനങ്ങളെയും കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ജൂതന്മാർ തുടങ്ങിയ ചില മതന്യൂനപക്ഷങ്ങളെ ഇറാന്റെ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ സഹിഷ്ണുത വെറുമൊരു പുറമോടി മാത്രമാണ്. ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് മാറുന്നവരും സുവിശേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും വളരെ ക്രൂരവും ആസൂത്രിതവുമായി പീഡനങ്ങൾ നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനിൽ ബൈബിൾ വിതരണം ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ക്രിസ്തുമതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാനോ പഠിപ്പിക്കാനോ ശ്രമിക്കുന്നത് കടുത്ത ശിക്ഷകൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. സ്വകാര്യ വീടുകളിൽ രഹസ്യമായി നടത്തുന്ന ക്രിസ്തീയ ബൈബിൾ പഠന കൂട്ടായ്മകളിൽ മതപോലീസ് നിരന്തരം പരിശോധനകൾ നടത്താറുണ്ട്. ഹൗസ് ചർച്ച് എന്നറിയപ്പെടുന്ന ഇത്തരം രഹസ്യ കൂട്ടായ്മകളെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളായാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് ഈ കൂട്ടായ്മകളുടെ നേതാക്കൾ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് വളരെ സ്വതന്ത്രമായിട്ട് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ വിശുദ്ധ ഗ്രന്ഥം സ്വന്തമാക്കാനായിട്ട് തങ്ങളുടെ ജീവൻ തന്നെ പണയം വെക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഹൃദയഭേദകമാണ്. ഇത് മനസ്സിലാകുമ്പോഴേക്കും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ആ ബൈബിൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും പലരും അത് വായിക്കാൻ മടി കാണിക്കാറുണ്ട്. സഭയായി ഒത്തുചേരാൻ നമുക്ക് സ്ഥലം ഉണ്ടായിട്ട് പോലും നാം പോകാറില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ വില തിരിച്ചറിയേണ്ട സമയമാണിത്. ലൂക്കോസ് 12:48 യേശു പറഞ്ഞു, എന്നാൽ അജ്ഞതയിൽ ശിക്ഷാർഹമായവ പ്രവർത്തിക്കുന്നവന് കുറച്ച് പ്രമേഹമേ ലഭിക്കുകയുള്ളൂ. ഏറെ ലഭിച്ചവന് ഏറെ ആവശ്യപ്പെടും. അധികം ഭരമേൽപ്പിക്കപ്പെട്ടവനിൽ നിന്ന് അധികം അവകാശപ്പെടും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് എത്ര എളുപ്പത്തിലാണ് ഒരു ബൈബിൾ കരസ്ഥമാക്കാനും സമാധാനത്തോടെ അത് വായിക്കാനും സ്വതന്ത്രമായ ആരാധന നടത്താനും സാധിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മറ്റു പലർക്കും അവർ നേരിടുന്ന കർശനമായ നിയന്ത്രണങ്ങളും പീഡനങ്ങളും കാരണം അതിനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു ബൈബിൾ സ്വന്തമാക്കാൻ പോലും കഴിയാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ധൈര്യത്തോടെ പിടിക്കാൻ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചോദിക്കുക, ആരോടായിരിക്കും ദൈവം കൂടുതൽ കണക്ക് ചോദിക്കുക എന്ന്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. തങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ സങ്കല്പിക്കാനാവാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള നമ്മളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ഭീഷണികളും ആക്രമണങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായിട്ടും ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി നാം തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അവർക്ക് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേപോലെ ഒരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണം ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? അതിനെ താഴെ കമന്റ് ബോക്സിൽ പറയുക. മറ്റുള്ളവരും അത് കണ്ട് അറിയട്ടെ. അവർക്ക് വേണ്ടിയും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.